കുല്ലു ബിദ്അത്തിൻ ളലാല വ കുല്ലു ളലാലത്തിൻ ഫിന്നാർ. എല്ലാ ബിദ്അത്തും ളലാലത്താണ്. കുല്ലു ബിദ്അത്തിൻ സയ്യിഅത്തിൻ ആണ്. എന്ത്? കുല്ലു ബിദ്അത്തിൻ സയ്യിഅത്തിൻ ളലാല എന്നാണ്. എല്ലാ പിഴച്ച ബിദ്അത്തും അതാണ് ളലാലത്ത്. എല്ലാ മോശം ബിദ്അത്തും അതാണ് ളലാലത്ത്. എല്ലാ നല്ല ബിദ്അത്തും എന്നല്ല. ബിദ്അത്ത് വാജിബുണ്ട് നമ്മൾ പഠിച്ചില്ലേ? ബിദ്അത്ത് സുന്നത്തുണ്ട് നമ്മൾ പഠിച്ചില്ലേ? കുല്ലു ബിദ്അത്തിൻ ളലാല വ കുല്ലു ളലാലത്തിൻ ഫിന്നാർ എന്ന് പറഞ്ഞാൽ അതേതാ ബിദ്അത്ത്? ഏതാ ബിദ്അത്ത്? കുല്ല് പറഞ്ഞില്ലേ? കുല്ല് പറഞ്ഞാൽ അങ്ങനെ അർത്ഥം കിട്ടുമോ? അങ്ങനെയാണെങ്കിൽ അൽക്കൗഫിലില്ലേ പിന്നെ കപ്പല് അല്ലെ? അവിടെ അപ്പുറത്തൊരു രാജാവുണ്ട്. ഖിളിർ നബി അലൈഹി സ്വലാത്തു വസ്സലാം കപ്പലിന് ഓട്ടാക്കി. അതിന് കാരണം പറഞ്ഞ എന്താ? വകാന വറാഅഹു മലിക്കുൻ. അപ്പുറത്തൊരു രാജാവുണ്ട്. യഅഖുദു കുല്ല സഫീനത്തിൻ ഗസ്ബാ. എല്ലാ കപ്പലും മൂപ്പര് പിടിച്ചെടുക്കും. അതിന് ഞാൻ കപ്പലിന് ഓട്ടാക്കിയത്. ഓട്ടാക്കിയ കപ്പലല്ലേ? ഓട്ടാക്കിയ കപ്പലല്ലേ? അല്ലേ? ആണ്. അപ്പൊ പിന്നെന്താ കുല്ല സഫീനത്തിൻ എന്ന് അർത്ഥം? യഅഖുദു കുല്ല സഫീനത്തിൻ ഗസ്ബാ. എല്ലാ ഓട്ടമില്ലാത്ത കപ്പലും പിടിക്കും. അപ്പൊ കുല്ലിന് അങ്ങനെ അർത്ഥം ഉണ്ടല്ലോ. ഓട്ടമില്ലാത്ത കപ്പൽ പറഞ്ഞാൽ നല്ല കപ്പല് എന്ന്. അപ്പൊ ഞാൻ കുല്ല് എന്നല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞു കാണ്ട് വരണ്ട. കുല്ല് വന്നാലും അങ്ങനെ ഉണ്ടാകും. മനസ്സിലായില്ലേ? അപ്പൊ കുല്ലു ബിദ്അത്തിൻ ളലാല വ കുല്ലു ളലാലത്തിൻ ഫിന്നാർ എന്ന് പറഞ്ഞാൽ എല്ലാ ചീത്ത ബിദ്അത്തുകളും ളലാലത്താണ്. നല്ല ബിദ്അത്ത് മാത്രമല്ല, വാജിബായ ബിദ്അത്ത് ഉണ്ട്, സുന്നത്തായ ബിദ്അത്ത് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ വമിനൽ ബിദ്അഇൽ മുബാഹ, ഹലാലായ ബിദ്അത്തിൽപ്പെട്ടതാണ് അൽ മുസാഫഹത്തു ബഅദ സ്വലാത്ത്. നിസ്കാരത്തിന് ശേഷം മുസാഫഹത്ത് ചെയ്യുക. ഇബ്നു ഹജർ തങ്ങൾ വിശദീകരിക്കുകയാണ്. നിസ്കാരത്തിന് ശേഷം, നിസ്കാരം കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൈയൊടുക്കലൊക്കെ ഉണ്ട് അല്ലേ? ഇപ്പോഴും ഉണ്ടല്ലോ. അത് റസൂലിന്റെ കാലത്തില്ല, പിൽക്കാലത്ത് വന്നതാണ്. പക്ഷെ തെറ്റൊന്നുമില്ല, അത് മുബാഹായ ബിദ്അത്താണ് എന്ന്. അപ്പൊ ബിദ്അത്ത് ഇങ്ങനെ എല്ലാം തരം തിരിയും. നമ്മൾ ചെയ്യുന്നത് ഇതൊന്നും ബിദ്അത്തല്ല.